നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു 5 ആളുകൾ ആരൊക്കെയാണ്? നിങ്ങളുടെ സൗഹൃദങ്ങൾ. ഈ ഒരു 5 സൗഹൃദങ്ങൾ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിനെ മാറ്റിമറിക്കും. അതായത് അവരുടെ സെയിം ക്യാരക്ടർ ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തീരുമാനത്തിൽ വരെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹായ്, ഐ ആം ജാഫർ അലി. ഐ ആം എ കോൺഷ്യസ് ലിവിങ് കോച്ച്. മൈൻഡ് സെറ്റ് റീസെറ്റ് എന്ന കോഴ്സിൻ്റെ 27ാമത്തെ ദിവസത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എനർജി ഓഫ് യുവർ സർക്കിൾ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സൗഹൃദം ആരാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ആ ചെടി തഴച്ച് വളരും, അല്ലേ? ഒരു സംശയമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾക്ക് വളരാൻ വേണ്ടിയിട്ട് നല്ല ഒരു സർക്കിൾ നമ്മുടെ ചുറ്റിലും ആവശ്യമാണ്. അവരുടെ ആ ഒരു പുഷിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്ങനെ നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റും? 2 രീതിയിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് എനർജി ഗീവേഴ്സാണ്. ഈ ആളുകൾ നമ്മളുടെ വെൽവിഷേഴ്സ് ആയിരിക്കും. അവരെപ്പോഴും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയത്തൊക്കെ നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ തോളിൽ തട്ടിയിട്ട് അതൊന്നും സാരമില്ലടാ, അതൊക്കെ മാറിക്കോളും, ഇതൊക്കെ ഈ സമയത്തല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറൂലേ, നീ അങ്ങോട്ട് മുന്നോട്ട് പോ, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ടീമായിരിക്കും ഈ എനർജി ഗീവേഴ്സ് എന്നുള്ളത്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് എനർജി ഡ്രെയിനേഴ്സാണ്. ഇവരെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, മറ്റുള്ളവരുടെ കുറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. ചിലപ്പം അവർ ചിരിക്കുന്നുണ്ടാകും, ഉള്ളുകൊണ്ട് നമ്മളെ വെറുക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ജിന്ദഗി ബർബാദാവട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് മൈൻഡ്ഫുൾ ആവുക, നിങ്ങളുടെ സൗഹൃദങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതിന് തിരിച്ചറിയുക. അങ്ങനെ ഡ്രൈനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ മെല്ലെ അവരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻ്റ്, ക്വാളിറ്റിയാണ്. നിങ്ങൾക്കൊരു പക്ഷേ 100 ഫ്രണ്ട്സ് ഉണ്ടാകും, അതിൽ എത്ര ആളുകളുണ്ട് നല്ലത്? ചിലപ്പോൾ ഒരൊറ്റ ആളായിരിക്കും, അവർ നല്ലൊരാളായിരിക്കും. നിങ്ങളെ എപ്പോഴും നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരൊറ്റ സൗഹൃദം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളെ ചോയ്സാണ് നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുക. താങ്ക് യു.